ദൈവനാമത്തിന് മാത്രമുണ്ടാകട്ടെ. ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നതിന് യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ സ്നേഹവന്ദനം. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ഞാനൊരു ഹോസ്പിറ്റലിലോട്ട് ക്ഷണിക്കുകയാണ്. ആ ഹോസ്പിറ്റലിന്റെ പേരാണ് ഹെവൻലി ഹോസ്പിറ്റൽ, അതായത് സ്വർഗീയ ആശുപത്രി. ഈ സ്വർഗീയ ആശുപത്രിയിൽ അനേകം ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. നമ്മുടെ ബൈബിളിലെ അനേകം വ്യക്തികൾ ഈ സ്വർഗീയ ആശുപത്രി ചികിത്സിച്ച് ഭേദം വരുത്തിയവരാണ്. എന്നാൽ അനേകർ ഈ ഹോസ്പിറ്റൽ കടന്നു പോകാത്തവരുമുണ്ട്. ഞാനിവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പേര് പറയും. ഇവിടെ ബൈബിളിലെ ഏത് വ്യക്തിയാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ചികിത്സ നേടിയത് അല്ലെങ്കിൽ ചികിത്സ നേടേണ്ടത് എന്ന് നിങ്ങൾക്ക് പറയാം. ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒഫ്താൽമോളജി, അതായത് കണ്ണിന്റെ വിവിധ രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണിത്. ഇവിടെ നമ്മൾ ബൈബിളിലെ ഏതൊക്കെ വ്യക്തികൾ ചികിത്സ നേടിയത്? കണ്ണ് രോഗമായിട്ട് ബൈബിളിലെ വ്യക്തികളെ കുറിച്ച് കമന്റ് ചെയ്യും. ഒന്ന് ശൗല്, ഓക്കേ, രണ്ട് ബിലിയ, പ്രതിഭായി, ഓക്കേ, പൗലോസ്, ശൗല്. ഇസഹാക്ക് വൃദ്ധനായപ്പോൾ അവന്റെ കണ്ണ് കാണാൻ കഴിയാതെ മങ്ങിപ്പോയതായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ തീമായുടെ മകനായ വൃദ്ധനായ ഭർത്തിമായി പറഞ്ഞു. പൗലോസിന്റെ കാര്യം. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഡെർമറ്റോളജി. ഓക്കെ, ഡെർമറ്റോളജി സ്കിൻ സംബന്ധം, അതായത് യോബ് പറഞ്ഞു ഉള്ളം കാൽ മുതൽ നെറുക വരെ പരുക്കളാൽ ബാധിച്ചിരുന്നതായിരുന്നു യോബ്. പിന്നെ നയമാൻ പറഞ്ഞു, ഗേഹസി പറഞ്ഞു, മിരിയാം. കൈ വരേണ്ട വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട്. ഇവർക്കും ത്വക്ക് രോഗത്തിലാണ് ചികിത്സ കൊടുക്കുന്നത്. അതെ, അടുത്ത ഡിപ്പാർട്ട്മെന്റ് പീഡിയാട്രിക് ആണ്. ശിശുക്കളുടെ രോഗ ചികിത്സിച്ച് ബൈബിളിലെ കുഞ്ഞുങ്ങളാരൊക്കെയാണ്? അത് കുഞ്ഞിന് വെള്ളമില്ലാണ്ട് കാര്യം അസുഖം. സറാഫത്തിലെ വിധവയുടെ നൈനിലെ വിധവയുടെ മകൻ, യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചു. എലീഷ ബോളിൽ കിടന്നില്ലേ, ഒരു കൊച്ചിനെ ജീവിച്ചില്ലേ? എലീഷ അതുകൊണ്ടായിരുന്നു മരിച്ചുപോയ പുതിയ നിയമത്തിൽ ഗലീലയിലെ കാണാനുള്ള രാജവൃത്തിയുടെ മകനെയും യേശു സൗഖ്യമാക്കിയതായിട്ട് പറയുന്നു. അടുത്ത ഡിപ്പാർട്ട്മെന്റ് പീഡിയാട്രിക് ഓർത്തോപീഡിക്സ്, അതായത് ശിശുക്കളുടെ എല്ല് രോഗ സംബന്ധമായ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവിടെ ചികിത്സ തേടിയ കുഞ്ഞുങ്ങളാരെങ്കിലും കൈകൊണ്ട് അറിയാമോ? ഓക്കെ, അതായത് ഇരുകാലും ഇരുകാലുകളും മുടന്തനായ ശൗലിന്റെ മകനായ യോനാഥന്റെ മകൻ മെഫിബോശത്ത്. യൂത്തിൽ പെടുത്താം. നെക്സ്റ്റ് ക്ലിനിക്കാണ് സ്പീച്ച് തെറാപ്പി, കടിച്ച നാവായ മോശെ ദൈവസൗഖ്യമാക്കിയതായിട്ട് പറയുന്നുണ്ട്. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ജനറൽ മെഡിസിൻ. സിസ്റ്റേഴ്സിനും ഡോക്ടേഴ്സിനും അറിയായിരിക്കും, പനി, ചുമ അങ്ങനെയുള്ള അസുഖങ്ങളെ ചികിത്സിപ്പിക്കുന്ന സ്ഥലമാണ് ജനറൽ മെഡിസിൻ. കറക്റ്റാണ്. പത്രോസിന്റെ അമ്മായിയമ്മ പനി ബാധിച്ച് ആയപ്പോൾ സൗഖ്യമാക്കിയതായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്ലിനിക്കാണ് വെയിറ്റ് ലോസ്. വെയിറ്റ് ലോസ് അതായത് അമിതവണ്ണം കുറയ്ക്കാൻ. ചിലർ ചിന്തിക്കും ഇവിടെ ആയിരിക്കുന്നവരാരും പറയണം, ബൈബിളിലുള്ള വ്യക്തികൾ പറയാം. ബൈബിളില് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 3:17 മോവാബ് രാജാവായ എഗ്ലോനെ കുറിച്ച് പറയുന്നുണ്ട്. സ്ഥൂലിച്ചവൻ എന്ന വേർഡാണ് ബൈബിൾ യൂസ്
ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം അമിതവണ്ണം എന്നാണ്. അപ്പൊ ആ വ്യക്തിയെ നമുക്ക് ഈ ക്ലിനിക്കിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, നെക്സ്റ്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെയർ ഫിക്സേഷൻ. ഹെയർ ഫിക്സേഷൻ നമ്മൾ ബൈബിളിൽ ഒരാൾക്ക് ഇതിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, അടുത്ത ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകാം. ഗൈനക്കോളജി, അതായത് ഗർഭാശയ സംബന്ധമായ അല്ല, അത് ആ ഡിപ്പാർട്ട്മെന്റ് അടുത്ത് വരുന്നുണ്ട്. ഇത് സംബന്ധമായ അസുഖം. അഭിമലേഖിന്റെ ഭാര്യ നെക്സ്റ്റ് വരുന്നുണ്ട്. ഇത് 12 വർഷം രക്തസ്രാവം സ്ത്രീയെ സൗഖ്യമാണ്. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻഫെർട്ടിലിറ്റി. എലിസബത്ത് ആഗർ ഈ സൗഖ്യ ഹോസ്പിറ്റലിൽ അനേക വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന ഇപ്പൊ ഇവിടെ പറഞ്ഞ എല്ലാവരും ഉണ്ട്. അവരൊക്കെ സാറ, ഹന്ന, അബിമേലന്റെ ഭവനത്തിലുള്ളവർക്കും കുഞ്ഞുങ്ങളെ കൊടുക്കും. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സൈക്യാട്രി. സൈക്യാട്രി മാനസിക രോഗം. പിന്നെ ശൗരി അങ്ങനല്ല, അതാണ് ബൈബിളിൽ പറയാം. ബൈബിളിൽ ആൻസർ പറയാനോ സൈക്യാട്രിയിൽ മെയിനായിട്ട് നമ്മുടെ ബൈബിളിൽ ചികിത്സ നേടിയത് ഏലിയാവാണ്. ഇസബേലിന്റെ വാക്ക് കേട്ട് ഭയപ്പെട്ട് വിഷാദത്തോടെ മരുഭൂമിയിൽ ഒരു ചുരുച്ചെടിയുടെ കീഴിൽ പോയി മരിപ്പാൻ ആഗ്രഹിച്ചു. ലൈക്ക് ഡിപ്രഷൻ, വിഷാദ രോഗ ചികിത്സ. ഓക്കെ, അതൊരു സ്കിസോഫ്രീനിയാണ്. ഈ ഏരിയാവിലെ സ്വർഗീയ ആശുപത്രിയിലെ ഈ ഡിപ്പാർട്ട്മെന്റിൽ ചികിത്സിച്ചു ഭേദമാക്കി. ഇനി ഈ മാനസിക രോഗ ഈ സൈക്യാട്രി വിഭാഗത്തിൽ ചികിത്സ തേടിയിട്ടും സൗഖ്യമാകാത്ത ഒരു വ്യക്തി നമ്മുടെ ബൈബിളിലുണ്ട്, പുതിയ നിയമത്തിൽ. ആരാണ്? യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന കാരണം യൂദ ആത്മഹത്യ ചെയ്തു. എന്നാൽ ഈ സ്വർഗീയ ആശുപത്രിയിൽ വന്നിരുന്നുവെങ്കിൽ സൗഖ്യം വിസ്മരിക്കത്തില്ലായിരുന്നു. അടുത്തൊരു ഈ സൈക്യാട്രിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു സബ്ബാണ് ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയോസിറ്റി. ഗ്രാൻഡിയസ് എന്ന് പറയും. അതായത് ഞാൻ വലിയവനാണ്, എനിക്കെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, നെബൂഖദ്നേസറുണ്ട്. പിന്നെ ഒരു വ്യക്തിയും കൂടെ ഉണ്ട്. പുതിയ ആൻസർ കിട്ടുന്നുണ്ട്. ഞാൻ എന്റെ ലൂസിഫർ ആയിരുന്നു. ലൂസിഫർ ഞാൻ ഏറ്റവും വലിയ. ഇനി ഈ സ്വർഗീയ ആശുപത്രിയിൽ ഒരു സ്വിമ്മിംഗ് പൂൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്വിമ്മിംഗ് പൂളിന് ബൈബിൾ ഒരു പേര് പറയുന്നു. സിലോവയിലുള്ള ആ കുളത്തിനൊരു പേരുണ്ട്. അനേക രോഗികള് ഈ കുളത്തിലിറങ്ങി സൗഖ്യം പ്രാപിച്ചതായിട്ട് പറയുന്നത് ബെത്സൈദ. ഓക്കെ, ബെത്സൈദ. പ്രിയ സഹോദരരെ, ഈ ഹെവൻലി ഹോസ്പിറ്റലില് ഇപ്പൊ നമ്മൾ അനേക ഡിപ്പാർട്ട്മെന്റ് കണ്ടു. ഇനി ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ് കൂടെ നമ്മൾ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റ് പേരാണ് ഹോളി സ്പിരിറ്റോളജി. ഓക്കെ, ഈ ഹോളി സ്പിരിറ്റോളജി എന്ന ഡിപ്പാർട്ട്മെന്റിന് ഹോളി സ്പിരിറ്റോളജി. ഓക്കെ, ഈ ഡിപ്പാർട്ട്മെന്റിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇത് ഇവിടുത്തെ ചികിത്സ എന്ന് പറയുന്നത് തീർത്തും സൗജന്യമായാണ് ചികിത്സ കൊടുക്കാനായിട്ട് സ്വർഗീയ മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഡിപ്പാർട്ട്മെന്റ് 24 hours തുറന്ന് പ്രവർത്തിക്കുന്നതാണ്, ഓൺലൈനായി പ്രവർത്തിക്കുന്നതാണ്. ഇതിന്റെ മെയിൻ ഡോക്ടറെ ചാർജ് എടുക്കാൻ പോകുന്നത് ഗോൽഗോഥായിലെ കാൽവരി സർവകലാശാലയിൽ നിന്നും PhD നേടിയ ഡോക്ടർ ജീസസ് ക്രൈസ്റ്റ് ആണ്. ഈ ഡിപ്പാർട്ട്മെന്റിൽ ചികിത്സയ്ക്കായി പോകുന്നവർ വിശ്വാസം എന്ന OP ടിക്കറ്റ് എടുത്തുകൊണ്ട് പോകേണ്ടതാണ്. പല അസുഖങ്ങൾക്കായി പല ഡിപ്പാർട്ട്മെന്റുകളിൽ പോയി കാശും സമയവും കളയാതെ എല്ലാവിധ രോഗങ്ങൾക്കും ഒറ്റ ഡിപ്പാർട്ട്മെന്റ് വഴി സൗഖ്യം ഈ ഹോളി സ്പിരിറ്റോളജി വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്നിവിടെ ആയിരിക്കുന്ന
സ്പിക്ടോളജി എന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ ചെറിയ